റോയൽ സിൽക്സ്, റോയൽ ജംഗ്ഷൻ, TB റോഡ്, ഒറ്റപ്പാലം. ഷൊർണൂർ കണയം പ്രദേശത്ത് CPM-നെയും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ 1-ാം വാർഡ് വികസന സമിതി എന്ന പേരിൽ നോട്ടീസ് പ്രചരിപ്പിക്കുന്നതിനെതിരെ CPM വാർഡുമായി ബന്ധമില്ലാത്ത തന്റെ പേര് വലിച്ചേച്ചതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് KM ലക്ഷ്മണൻ പറഞ്ഞു. നാഥനില്ലാത്ത നോട്ടീസ് ഇറക്കി CPM-നെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ലോക്കൽ സെക്രട്ടറി N ജയപാലനും പറഞ്ഞു. ഇന്നലെ 8/1/25 കണയം 1-ാം വാർഡ് പ്രദേശത്ത് വ്യാപകമായ നോട്ടീസ് പ്രചരണം നടന്നു കണ്ടു. ആ നോട്ടീസുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചതായി കണ്ടു. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നിയമ നടപടിയെടുത്ത് അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോട്ടീസിൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവം കൗൺസിൽ ഹാളിൽ ഉണ്ടായിട്ടില്ല, സമൂഹത്തിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ആരും എന്നോട് ചോദിക്കുകയോ ഞാൻ അതിന് പറയുകയോ ഉണ്ടായ ഒരു സംഭവമല്ല. രാത്രി വീടുകളിലെത്തി നോട്ടീസ് ഇട്ട് കോളിംഗ് ബെല്ലടിച്ച് 2 പേർ സ്കൂട്ടറിൽ പോകുന്നത് കണ്ടെന്ന് വാർഡിലെ വീട്ടുകാർ പറഞ്ഞതായി 1-ാം വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാനയും അറിയിച്ചു. ഇന്നലെ രാത്രി ഒരു 9:30 മണിയായപ്പോൾ എൻ്റെ വാർഡിലുള്ള ഒരു വീട്ടുകാർ എന്നെ വിളിച്ചു. അവർ ഏകദേശം നേരത്തെ കിടക്കണ വീട്ടുകാരാണ്. അപ്പോൾ അവർ കിടന്നതിന് ശേഷം ഒരു ബെല്ലടി കേട്ടു എന്നാണ് അവർ പറഞ്ഞത്. അവർ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഉമ്മർത്തൊരു നോട്ടീസ് കിടക്കുന്നുണ്ടായിരുന്നു. പുറമെ ഗേറ്റിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ വെള്ള സ്കൂട്ടിമേ 2 ആളുകൾ പോണത് കണ്ടു എന്നാണ് പറഞ്ഞത്. ആരാ എന്താന്നുള്ളതൊന്നും അവർ വിവരില്ല. അവർ അപ്പം തന്നെ എനിക്ക് നോട്ടീസ് അയച്ചു തന്നു, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഏരിയ കണക്കാക്കിയിട്ട് നോട്ടീസ് വിതരണം നടത്തിയിരുന്നത്. അപ്പോൾ വെളിച്ചത്ത് വരാൻ താല്പര്യമില്ലാത്ത വികസന സമിതിയാണ്. പറയാനുള്ളത് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണം ആദ്യം. വികസന സമിതി എന്ന പേരിൽ പുറത്തിറക്കിയ നോട്ടീസിൽ CPM ജനവഞ്ചക പാർട്ടി എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി MP ആയിരുന്നപ്പോൾ അനുവദിച്ച കണയം കരിമ്പനക്കിൽ ഗൗരിയമ്മപ്പടി കണയം കുറുമ്പക്കാവ് റോഡ് നിർമ്മാണം മുടങ്ങിയത് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും നോട്ടീസിൽ പറയുന്നുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അജണ്ട നഗരസഭാ കൗൺസിലിൽ എത്തിയപ്പോൾ സ്ഥിരം സമിതി അധ്യക്ഷൻ KM ലക്ഷ്മണൻ ആദ്യം എതിർത്തു എന്നത് പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും പിതൃശൂന്യമായ നോട്ടീസ് ഇറക്കാതെ നേരിൽ വരേണ്ടതിന് പകരം ഇത്തരം ആരോപണങ്ങൾ നോട്ടീസിലൂടെ ഉന്നയിക്കുന്നതിനെയും N ജയപാലൻ വിമർശിച്ചു. നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷൊർണൂർ നഗരസഭയിലെ 1-ാം വാർഡിൽ ഇന്നലെ രാത്രി മുതൽ ഒരു ഫാദർലെസ് നോട്ടീസ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രാദേശിക ചില ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നോട്ടീസ് പ്രചരിപ്പിക്കുന്നത്. ഇതിൽ വിശിഷ്യ CPM-നെതിരെ CPM കൗൺസിലർമാർക്കെതിരെ വ്യക്തിഗത നടത്തിക്കൊണ്ടുള്ള ആണ് പ്രചരിപ്പിക്കുന്നത്. ഇത് പ്രാദേശിക കൗൺസിലർ 1-ാം വാർഡിലെ കൗൺസിലർക്കെതിരെ മാത്രമല്ല, ഈ നഗരസഭയിലെ 14-ാം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ KM ലക്ഷ്മണനെതിരെയും ഇതിൽ പരാമർശമുണ്ട്. ഇത് 2-ാം വാർഡിൽ പാസ്സായ ഏതോ സുരേഷ് ഗോപി MP-യുടെ ഫണ്ടിൽ നിന്ന് മുടക്കാൻ വേണ്ടി ശ്രീ ലക്ഷ്മണൻ കൗൺസിൽ കാര്യങ്ങൾ ഉന്നയിച്ച് തടഞ്ഞു എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. നഗരസഭാ കൗൺസിലൊക്കെ വളരെ സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിലും അതിൻ്റെ മിനിറ്റ്സുകൾ വിവരാവകാശം വെച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് 1-ാം വാർഡിൽ നടക്കേണ്ട ഒരു പ്രൊജക്റ്റ് ഇതേ വിഷയം പറഞ്ഞുകൊണ്ട് 2-ാം വാർഡ് കൗൺസിലർ തടഞ്ഞ ഒരു അവസ്ഥ നഗരസഭാ കൗൺസിലർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ചെയ്യുന്നതെന്നുള്ള അഭിപ്രായം നമുക്കില്ല. കണയത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതസ്ഥരും പരസ്പരം വളരെ സഹിഷ്ണുതയോടുകൂടെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അത് തകർക്കാൻ വേണ്ടി ചില ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില വില്ലേജിലെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക, ചില നഗരസഭയിലെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ചില ബ്രോക്കറേജ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ അവരാണ് ഇതിന്റെ പുറകിൽ എന്നാണ് CPM സംശയിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.